പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഈ വ്യാഴാഴ്ച ദിനത്തിലെ സ്വർഗം നമുക്ക് നൽകുന്ന വചനം പ്രഭാഷക പുസ്തകം 39:16 വചനം വെളിപ്പെടുത്തുകയാണ്. എല്ലാം കർത്താവിൻ്റെ പ്രവൃത്തിയാണ്, അവയെല്ലാം അത്യുത്തമമാണ്. അവിടുന്ന് കൽപ്പിക്കുന്നതൊക്കെയും അവിടുത്തെ നാമത്തിൽ നിർവഹിക്കപ്പെടും. എല്ലാം കർത്താവിൻ്റെ പ്രവൃത്തിയാണ്, അവയെല്ലാം അത്യുത്തമമാണ്. പ്രിയ സഹോദരങ്ങളെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വചനം നമുക്ക് വിശ്വസിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. ഉദാഹരണത്തിന് ഫിലിപ്പി 4:19, എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നമുക്ക് ആവശ്യമായ ഇതെല്ലാം നൽകും. അപ്പോൾ പ്രതികൂലത്തിൽ നിൽക്കുമ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഈ വചനം വിശ്വസിക്കുക എന്നുള്ളത് അവിടെയാണ് നമ്മളും വിശുദ്ധരും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. നമ്മൾ പാപം ചെയ്യുന്നവർ പാപം ചെയ്യില്ല, അങ്ങനെയൊന്നും അല്ല സഹോദരങ്ങൾ, അവരും പാപമൊക്കെ ചെയ്യുന്നുണ്ട്. അതായത് ഈ വിശുദ്ധരുടെ പ്രത്യേകത എന്നുള്ളത്, ഈ വചനം വിശ്വസിക്കാൻ തക്ക വിധം അവർ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടു. നമ്മുടെ ജീവിതത്തിലെ പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവേ എന്നിലേക്ക് എഴുന്നള്ളി വരണമേ. നമ്മൾ എത്രമാത്രം ദാഹത്തോടെ അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട് സഹോദരങ്ങൾ പ്രാർത്ഥിക്കാൻ, പരിശുദ്ധാത്മാവിനൊന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ, ഒന്ന് സ്നേഹത്തോടെ പരിശുദ്ധാത്മാവേ. നമ്മളൊരു ഇംപേഴ്സണൽ റിയാലിറ്റിയോട് പറയുന്നത് പരിശുദ്ധാത്മാവ് ദൈവം, പിതാവ് ദൈവം, പുത്രൻ ദൈവം, പരിശുദ്ധാത്മാവ് ദൈവം. ഇതാണ് നമ്മളുടെ പഠനം. അങ്ങനെയല്ല, പരിശുദ്ധാത്മാവേ എനിക്ക് വിശ്വാസമില്ല, പരിശുദ്ധാത്മാവേ എനിക്ക് ഒരുപാട് ബലഹീനതകളുണ്ട്, പരിശുദ്ധാത്മാവേ എൻ്റെ ഈ ബലഹീനതയിലേക്ക് എഴുന്നള്ളി വരണമേ പരിശുദ്ധാത്മാവേ, വചനം വിശ്വസിക്കാൻ വേണ്ട കൃപ നൽകണമേ പരിശുദ്ധാത്മാവേ. നമുക്ക് നമ്മൾ ശരിക്കും അങ്ങനെ ഒരു വ്യക്തിബന്ധത്തിൽ എന്തുപോലെ പ്രാർത്ഥിക്കാറുണ്ട് സഹോദരങ്ങളെ. അങ്ങനെ വചനം നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഈ വചനത്തിൻ്റെ അഭിഷേകം സ്വർഗം നമുക്ക് നൽകും. ഹല്ലേലൂയ. ദൈവമേ, പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിച്ച് വചനത്തിൻ്റെ ഉൾപ്പൊരുൾ ഗ്രഹിക്കാൻ തക്ക വിധത്തിൽ ഞങ്ങൾ അന്തരംഗങ്ങളെ തുറക്കണമേ. രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എന്നേക്കും. ആമേൻ.